കോൺഗ്രസ് നേതാക്കളുടെ വാഹന പരിശോധന സ്വാഭാവിക നടപടിയായി കാണുന്നില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. പരിശോധനകളിലൂടെ ഭയപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് 24നോട്. തെരഞ്ഞെടുപ്പ് കാലത്തെ നാടകങ്ങളോട് പ്രതികരിക്കാനില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രഭാഷണം. എല്ലാരെ പെട്ടി നിങ്ങൾ പരിശോധിച്ചോ? ഇനിയും പെട്ടി ഞങ്ങൾ തുറന്നിട്ട് തരാം നിങ്ങൾക്ക് പരിശോധിക്കാൻ. പക്ഷെ നിങ്ങൾ പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഒന്നും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം വിചാരിക്കേണ്ട. സ്വാഭാവിക പരിശോധനയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ 10-50 MLA-മാരും ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഇവരൊക്കെ ഇവിടെ നിലമ്പൂരുണ്ടല്ലോ. ആരുടെയെങ്കിലും പെട്ടി പരിശോധിച്ചായിട്ട് നിങ്ങൾ കണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം നാടകങ്ങളുമായിട്ട് വരിക, ഭീഷണി ഉയർത്തുക, എന്നിട്ട് ഓരോ പ്രതീതി സൃഷ്ടിക്കുക, അതിൻ്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് സംബന്ധിയായ സാധാരണ പരിശോധനകളിൽ നിന്ന് UDF നേതാക്കന്മാരുടെ വാഹനങ്ങൾ ഒഴിവാക്കണം എന്നൊരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഇതിനോടൊന്നും പ്രതികരിക്കാൻ ഞങ്ങളില്ല. ബി ദിലീപ് കുമാർ നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. ദിലീപ് കുമാർ, നേതാക്കന്മാർ പരസ്പരം ആശയസംഘടനത്തിലാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരിശോധനകളെ വളരെ ഗൗരവമായി കാണേണ്ട കാര്യമുണ്ടോ എന്നാണ് നമ്മുടെ സംശയം. SKN, ഈ കാര്യത്തിൽ LDF-ഉം UDF-ഉം ഏതാണ്ട് പിന്നോട്ട് പോകുന്ന നിലയാണ്. ഇതൊരു വലിയ ചർച്ചയാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ മുന്നണികൾ എത്തുന്നത്. കാരണം LDF-നെ സംബന്ധിച്ച് നേരത്തെ ഒരു പാലക്കാട് നടന്ന നീലപ്പെട്ടി വിവാദം LDF-ന്റെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, പ്രധാനമായും പിണറായി സർക്കാർ നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് വോട്ടർമാരോട് വിശദീകരിക്കുക, അതിലായിരിക്കണം ഊന്നൽ നൽകേണ്ടത്. അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകരുത് എന്ന കാര്യം നേരത്തെ തന്നെ LDF അതിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഏറ്റവും ഒടുവിലായി സജീവ ചർച്ചയാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDF-ന്റെ ബന്ധമാണ്. ആ വിഷയം കൂടുതൽ ചർച്ചയാക്കുക, അതോടൊപ്പം സർക്കാരിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുക, ഇതിലായിരിക്കണം ഊന്നൽ നൽകേണ്ടത് എന്നതാണ് LDF ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. UDF ആകട്ടെ സർക്കാർ വിരുദ്ധ വികാരം മണ്ഡലത്തിലാകെ അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് പിണറായി സർക്കാരിനെതിരായ ജനവിരുദ്ധ നടപടികളെക്കുറിച്ച് വിശദീകരിക്കുക, ആശാ വർക്കർമാരോടുള്ള അവരുടെ സമീപനത്തെക്കുറിച്ച് വിശദീകരിക്കുക, അങ്ങനെ അത്തരം നടപടികൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വിവാദ വിഷയങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരുമൊക്കെ മാറി നിൽക്കുക, അതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇത്തരം അനാവശ്യ വിവാദങ്ങൾ അതിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് UDF-ഉം LDF-ഉം ഒക്കെ എത്തുകയാണ്. പക്ഷേ വോട്ടർമാർക്കിടയിലേക്ക് ഇതൊരു സജീവ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. SKN, കാര്യം കൂടി, നമ്മുടെ മാധ്യമപ്രവർത്തകർ ഒരുപാട് പേര് ഇപ്പം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലോ, വിവിധ ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ഒക്കെയായി. ഈ മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ടോ, അതോ നിങ്ങളെ പ്രിവിലേജ്ഡ് സംഘമായിട്ട് ഈ പരിശോധനയൊന്നും ഇല്ലാതെ കടന്നു പോവുകയാണോ? SKN, മാധ്യമപ്രവർത്തകരുടെ അടക്കം വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പല തവണയായി മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ പല സ്ഥലങ്ങളിലായി പരിശോധിച്ചിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങളുടെ പോലും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നേതാക്കൾ ചിലരുടെ വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ വാഹനം തന്നെ ഇന്നലെ നാടുകാണി ചുരത്തിന് സമീപമുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ച് അധികൃതർ തടയുകയും ഡിക്കി തുറന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരിശോധനകൾ സ്വാഭാവികമാണ്, അതിലാരും അസ്വാഭാവികത കാണില്ല. പക്ഷേ UDF നേതാക്കളുടെ ആരോപണം അവരുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു, ജനപ്രതിനിധി ആണ് എന്ന് അറിഞ്ഞിട്ടും ആ നിലയിലുള്ള ആക്ഷേപം ഇവരുടെ പരിശോധനാ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ്. പരിശോധനയെ തങ്ങൾ എതിർക്കുന്നില്ല, പക്ഷേ ജനപ്രതിനിധികളെ അവർ ജനപ്രതിനിധികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അപമാനിക്കാൻ ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. അത് CPIM അടക്കമുള്ള മറ്റു പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഭരണകക്ഷിയിലുള്ളവരോട് അങ്ങനെ ഒരു സമീപനമല്ല ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് UDF നേതാക്കൾ പറയുന്നത്. SKN.